വീഡിയോ ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓഫ് റോഡാണ്. നമ്മൾ അതുവഴി പോകുമ്പോൾ പലരും പോയപ്പോൾ അത് പ്ലിങ്ങായ സ്ഥലമാണ്. കാരണം നമ്മൾ പോകുമ്പോൾ അത് പ്ലിങ്ങാവുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. അത് നേരിട്ട് കണ്ട് കാരണം കുണ്ടുവഴിയുള്ള ഇതാണ്. നമ്മൾ പോകുമ്പോൾ ചെറിയ ഇടവഴിയാണ്. നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടറിയാം. അന്നേരം നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. ഓ ഞങ്ങൾ റൈഡ് തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ഈ സൈക്കിളിലാണ് പോകുന്നത്. ഇത് ഇത്തിരി മോഡിഫൈ ചെയ്തേക്കുവാണ്. പോലീസ് കണ്ടാ പൊക്കുമെന്ന് അറിയത്തില്ല. പോലീസ് പൊക്കിയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. എടാ നിന്റെ സൈക്കിളിൽ പെയിന്റ് അല്ലേ മാറ്റിയിട്ടുള്ളൂ. എന്റെ സൈക്കിളിന്റെ ടയർ ഫുള്ള് മുട്ട. പോലീസ് കൊടുത്ത് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. പെറ്റി അടിക്കാൻ നമുക്ക് പൈസ കൊടുക്കാം. പോലീസ് ഒക്കെ നമുക്ക് വിശ്വസിക്കുന്നത് നമ്മൾ നമ്മുടെ സൈക്കിളിൽ മോഡിഫൈ ഇറക്കി. എങ്ങനെയായാലും പോലീസ് പൊക്കുവാണെങ്കിൽ പൊക്കട്ടെ. നമുക്ക് ഓഫ് റോഡിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിനി അങ്ങോട്ട് നോക്കാൻ നിൽക്കേണ്ട, നേരെ ചെന്ന് തള്ളി വെച്ചെങ്ങാനും വീഴും. അതുമല്ല രണ്ട് സൈഡ് ഫുള്ള് പോച്ച തന്നെയാണ്. കാരണം റബ്ബർ തോട്ടമൊക്കെ കുറച്ചേ ഉള്ളൂ. ചീനിക്കൃഷി, വാഴക്കൃഷിയൊക്കെയാണ് ഇവിടുത്തെ ഫുള്ള് മെയിൻ കൃഷികൾ. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ നല്ല റബ്ബറൊക്കെ ഉണ്ട്. അത് ഓരോരോ വീട്ടുകാരുടെ വസ്തുക്കളാണ്. ഫുള്ള് കാടാണ്, പറയാൻ പറ്റൂല. ചേരയൊക്കെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചേര നോക്കി നമ്മൾ നോക്കിയിരുന്നാൽ നമുക്കൊന്നും എങ്ങും എത്താൻ പറ്റുന്നില്ല. അതിനാൽ നമ്മൾ നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല ഇതുവഴി ഓടിക്കുന്നത്. പക്ഷേ സൈക്കിൾ അത്ര ബാലൻസ് ഇല്ലാത്തവർക്ക് ഇതുവഴി വരാൻ പാടാണ്. കാരണം ബാലൻസ് ഉണ്ടായാലും ഭയങ്കര പാടാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുപോലെ പലവരും ഈ വഴി വന്നിട്ട് പ്ലിങ് ആയിട്ടുണ്ട്. ഞങ്ങളും പ്ലിങ് ആവാൻ സാധ്യതയുണ്ട്. അവരൊക്കെ പ്ലിങ് ആയിട്ട് ഒരു രക്ഷയില്ലാതെ ഇവിടെ കിടന്ന് അയ്യം വിളിച്ചതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയുള്ള കുണ്ടും കുഴിയുള്ള വഴിയാണിത്. വരുമ്പൊക്കെ എന്തുവാ എല്ലാവരും ഇവിടെ ഞങ്ങളും പ്ലിങ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തോട്ടി വീഴാൻ സാധ്യതയുണ്ട്. കാരണം ചാക്കിനകത്തൊക്കെ മണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട്. അതുവഴിയൊക്കെ കയറുമ്പോൾ ടയറിന്റെ ഷോക്ക് അബ്സോർബർ വർക്കാകുമ്പോൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. ഷോക്ക് അബ്സോർബർ എന്റെ ഷോക്ക് അബ്സോർബർ പോലും ഇല്ല. ഇവിടെയൊക്കെ കുറെ അവർ വന്ന് വീണതാണ്. പാടൊക്കെ ഉണ്ട് കൈസ്. പലവരും വന്ന് വീണയാണ് കൈസ്. ചെറിയ മരമാണ് കൈസ്. നിങ്ങൾക്ക് കാണാം, സമക്കല്ല് വെച്ചാണ് പാലമൊക്കെ പണിതിരിക്കുന്നത് കൈസ്. പിന്നെ നമുക്ക് അടുത്തൊരു കുളമുണ്ട്, വലിയൊരു ചിറയുണ്ട് കൈസ്. ഒരു ഹിറ്റാച്ചി ഇറങ്ങിയിരുന്നാലും താഴ്ചയുള്ളൊരു ഹിറ്റാച്ചി മുങ്ങുന്നൊരു ചിറയാണത് കൈസ്. ഫുള്ള് മീനൊക്കെയാണ് കൈസ്. നമുക്ക് മീനെ നോക്കാൻ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ പാട് നോക്കി നമ്മൾ മീനെ നോക്കിയാൽ നമ്മൾ മീനായി പോകും. വവ്വാൽ കൂട്ടമുണ്ട്, കാവാണെന്ന് തോന്നുന്നു. ഇവിടെ വവ്വാലാണ് ഫുള്ള്. രാത്രി 7 മണിയൊക്കെ ആകുമ്പോൾ ഫുള്ള് വവ്വാൽ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ ഓഫ് റോഡ് റൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു കാവൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ഫുള്ള് വവ്വാലാണെന്ന് തോന്നുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. ആ അപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടുന്ന് ഒരു പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. ആ പൂപ്പൻ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. ആ പൂപ്പൻ എന്തോ പുലി അടിച്ചാണ് മരിച്ചത്. അല്ലടാ, വെള്ളം അടിച്ച് എങ്ങാണ്ട് ലിവർ എത്തിപ്പോയതാ. പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. ഭയങ്കര പാടാന്നില്ലേ ഇവിടെ വരെ. എന്തോ ഞാൻ അറിയില്ല. അടുത്ത പാലത്തിലൂടെ കയറ്റാൻ പറ്റും. ചെറിയൊരു വഴമ്പാണ് ഇതിലേ കൂടെ. കല്ല് വെച്ചാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ ഒത്തിരി പേര് ഇവിടെ പ്ലിങ് ആയിട്ടുള്ളതാ. നിങ്ങൾ ഇതുവഴി പോയാൽ ഞങ്ങളും പ്ലിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറെ പേര് വീണിട്ടുള്ളതൊക്കെയാണ് അന്ന് പുരാണ കഥ പറയുന്നത്. ഞങ്ങളും പ്ലിങ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇതുവഴി വന്നാൽ അമ്മച്ചയാണ് തള്ളി അടിച്ച് വീഴും. ഒരു രക്ഷയില്ലാതെ അയ്യം വിളിക്കും. ഇവിടെ നീ അങ്ങോട്ട് അവിടെ പോവാ. ഇവിടെ വന്നപ്പോഴേ പണ്ട് ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഒരു ചിറയുണ്ട്, മീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പൂപ്പൻ പറഞ്ഞു തന്നെയാണ്. അല്ലടാ, അത് എനിക്കറിയായിരുന്നു അവിടെ ചിറയുണ്ടോന്ന്. എടാ എന്നാ പാടാ, നമുക്കില്ല ചിറ കണ്ടിട്ട് പോവാം. സ്റ്റാൻഡ് സൈക്കിൾ അവിടെ പോയി. എന്റെ സൈക്കിളിന് സ്റ്റാൻഡ് ഞാൻ എങ്ങനെ വെക്കും? എടാ ചീനിക്കമ്പോ കാണുമ്പോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓലയൊക്കെ കിടക്കും. ആ കമ്പി കിടക്കാമെങ്കിൽ നമുക്ക് വെക്കാം. അവന് സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി നമുക്ക് ഒരു കമ്പ് കിട്ടിയിരിക്കുകയാണ്. നമുക്കത് എങ്ങനെ സ്റ്റാൻഡ് വെക്കാൻ നോക്കാം. സൈക്കിൾ ഇരുന്നു ഗൈസ്. നല്ല കാറ്റൊക്കെ ഉണ്ട് അച്ഛന്മാരെ. നമുക്കപ്പം
ഇങ്ങോട്ട് പോവാം. നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല ചീനി കൃഷിയാണ് ഇവിടെ. ഇവിടെ എല്ലാം പോച്ച കിടക്കുവാണ് അച്ഛന്മാരെ. വല്ലതും കിടന്നാലും അറിയത്തില്ല. അതിനാണ് നമുക്ക് അങ്ങോട്ട് പോവാം. ചീനിയൊക്കെ വെട്ടിക്കളഞ്ഞ കമ്പ കിടപ്പുണ്ട്. അതെല്ലാം ഉണങ്ങി കിടക്കുക. എപ്പം വേണമെങ്കിലും ചവിട്ടി ഓടിക്കാമെന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതാണ് വരിയില്ലമാര് ചീനി കമ്പൗണ്ട് ഇട്ടേക്കുന്നത്. വടിച്ചോടിച്ച് കളയാ. നമുക്ക് പോവാം. അപ്പൊ അച്ഛന്മാരെ ഇതാണ് ചിറ. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ചിറയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുൾ പായലും. നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാ മീനെ വിളിക്കുന്നതെന്ന്. മീൻ വന്നുണ്ടോ? ഇവിടെ ഒരു പക്ഷി ഓരോണ്ട് സാധനം അരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിറയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഓഫ് റോഡ് തുടങ്ങാം. കമോൺ കൈ. അയ്യോ അപ്പൊ അച്ചായന്മാരെ നമ്മളെ സൈക്കിളിനെ ചതിച്ച് ചീനിക്കമ്പ് ചതിച്ചിരിക്കുന്നു. വല്ലാത്ത ചതിയത്. സൈക്കിൾ മറിഞ്ഞിരിക്കുന്നു. ചീനിക്കമ്പ് എന്താണ് കാണിച്ചത്? ചീനിക്കമ്പിന് നമുക്ക് വലിച്ചു ഒടിച്ച് സൈക്കിൾ വെക്കാം. സൈക്കിളിന് സ്റ്റാൻഡ് വെക്കണം. അപ്പൊ അച്ചായന്മാരെ ഇവിടെ 2 വഴിയുണ്ട്. ഇതിൽ ഏതിലെ കൂടെ പോകുന്നത് നമുക്ക് അറിയത്തില്ല. എന്നിട്ട് നമുക്ക് ഒരു ഇല വരച്ച് നമുക്ക് വഴി ഏതാന്ന് നോക്കാം. ഒരു തുമ്പ് ഇട്ടിട്ട് കുറുക്കുറദേവി വരി കാട്ടിയിടുക. അപ്പോൾ വരി കാണിച്ച് തന്നേക്കുന്നത് ഇതുവഴിയാണ്. നമുക്ക് നേരെ ഇതുവഴി പോവാം. ഇപ്പോൾ അച്ചായന്മാരെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാവ് ഇതാണ്. ഇത് സർപ്പക്കാവാണ്. ഇവന്റെ അപ്പൂപ്പൻ മരുന്ന് പറഞ്ഞു കൊടുത്തില്ലേ ഇവിടെ പുലിയൊക്കെ ഉണ്ട്. നമുക്കിനി നമുക്ക് നമ്മുടെ പണി നോക്കാം. നമുക്ക് കാവിന്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇവിടം വരെ വരാം. ഇവിടെ എന്തോ കാട് ഫുള്ളാണ്. എന്തായാലും ഇങ്ങോട്ട് പോകാൻ ഒക്കാത്തതുകൊണ്ട് സാഹചര്യത്തിലാണ് നിങ്ങളെ കാണിക്കാത്തത്. നമുക്ക് ഇനി കാട് വെട്ടി തെളിക്കുമ്പോ പിന്നെ ഒരു ദിവസം വന്ന് നമുക്ക് കാണിക്കാം. നമുക്ക് വന്ന വഴി തിരിച്ച് പോകാം. അച്ചാമാരികളെ, ഞങ്ങളുടെ ഓഫ് റൈഡ് ഇന്ന് ഇവിടെ നിർത്തി തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളെ കിണിങ്ങാമണി അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.